നമസ്കാരം. കഴിഞ്ഞ ജൂൺ മാസത്തിലുണ്ടായ താൽക്കാലിക വെടിനിർത്തൽ ധാരണ പൂർണ്ണമായും തകരുകയും ഇരുപക്ഷവും പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ നിഴലിലാണ്. മാർച്ചിൽ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ നിന്ന് ഈ ജൂലൈ മാസത്തിലെ സംഘർഷത്തിലേക്ക് എത്തുമ്പോൾ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലും തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാനുമേൽ കൂടുതൽ ആഘാതം ഏൽപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ ഒരു എസ്കലേഷൻ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ജോർദാനിലെ US താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 US സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ചിനു ശേഷം ഇറാൻ്റെ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുന്നത് ഇതാദ്യമായാണ്. US-ന്റെ ഇപ്പോഴത്തെ ശക്തമായ ഉപരോധവും സൈനിക ആക്രമണങ്ങളും ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ ഒന്നാകെ വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു യുദ്ധമായി ഇത് മാറും എന്ന് പലരും വിലയിരുത്തുന്നു. ഒന്നാം ഘട്ട യുദ്ധത്തിൽ ഇറാൻ പൂർണ്ണമായും തകർന്നു എന്ന് കരുതിയവർക്കാണ് തെറ്റിയത്. യുദ്ധത്തിൻ്റെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം പുനർനിർമ്മിക്കുകയാണ്. ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ളതും നവീന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ പുതിയൊരു സൈനിക തന്ത്രത്തിലേക്കാണ് ഇറാൻ മാറുന്നത്. ചൈനയുടെയും റഷ്യയുടെയും സഹായവും ഇറാന് കിട്ടുന്നുണ്ട്. ഇറാൻ്റെ സൈനിക പുനർനിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അഥവാ IRGC തന്നെയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ IRGC ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ ഇറാൻ ഒരു പുതിയ രാഷ്ട്രീയ സൈനിക തന്ത്രം ആവിഷ്കരിക്കുകയാണ്. പാശ്ചാത്യ ഉപരോധങ്ങളിൽ നിന്നും ഭീകരമുദ്രയിൽ നിന്നും രക്ഷ തേടുന്നതിനായി IRGCയെ പുനർനാമകരണം ചെയ്യാനോ അല്ലെങ്കിൽ ഇറാൻ്റെ ഔദ്യോഗിക സായുധ സേനയുടെ ഭാഗമായി ലയിപ്പിക്കാനോ ആണ് ഇറാൻ ആലോചിക്കുന്നത്. ഇതിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ആനുകൂല്യം നേടാനും നയതന്ത്രപരമായി തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനും ഇറാന് സാധിക്കും എന്ന് അവർ കണക്കുകൂട്ടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ അവസാനിക്കുമ്പോൾ ആഗോളതലത്തിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും വഴിമാറുകയാണ്. കളിക്കളത്തിലെ ജയപരാജയങ്ങൾക്കപ്പുറം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏകാധിപത്യ പ്രവണതകളും ഫിഫയുടെ നിലപാടുകളും ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ സുതാര്യതയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവന്നു. വംശഹത്യയോടും യുദ്ധത്തോടുമുള്ള US നിലപാടും രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും ഫുട്ബോളിൻ്റെ ലഹരിയിൽ മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ സ്പോർട്സ് വാഷിംഗ് തന്ത്രമാണ് അരങ്ങേറിയത്. മുമ്പ് ഖത്തറും റഷ്യയും ലോകകപ്പിന് വേദിയായപ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉയർത്തിക്കാട്ടി കടുത്ത വിമർശനം ഉന്നയിച്ച പാശ്ചാത്യ മാധ്യമങ്ങൾ അമേരിക്കയുടെ കാര്യത്തിൽ പുലർത്തുന്ന നിശബ്ദത അവരുടെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാട്ടുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രാജ്യം. പക്ഷേ ആ രാജ്യത്തിൻ്റെ മണ്ണിൽ കോടികളുടെ സ്വർണ്ണമുണ്ട്. ആ മണ്ണിൽ നിന്ന് അവർ കുഴിച്ചെടുക്കുന്ന ആ അമൂല്യ നിധി തന്നെയാണ് ഒടുവിൽ അവരുടെ തന്നെ ജീവനെടുക്കാൻ മാരകായുധങ്ങളായി തിരികെ വരുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ സമ്പത്ത് സ്വന്തം ജനതയുടെ മരണവാരണ്ടായി മാറുന്ന കഥ. ലോകശ്രദ്ധ വീണ്ടും സുഡാനിലേക്ക് തിരിയുകയാണ്. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ട സുഡാനിൽ നിന്ന് അതിഭീകരമായ കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൈന്യവും പാരാമിലിറ്ററി വിഭാഗമായ RSFും തമ്മിൽ പോരാട്ടം അതിൻ്റെ ക്രൂരമായ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മധ്യ സുഡാനെ തലസ്ഥാനമായ ഖാർത്തൂമുമായും പടിഞ്ഞാറൻ മേഖലയായ ദാർഫൂറുമായും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ നഗരമാണ് അൽ ഉബൈദ്. നോർത്ത് കുർദുഫാൻ്റെ തലസ്ഥാനമായി ഈ നഗരത്തെ പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുന്ന തന്ത്രമാണ് ഇപ്പോൾ RSF പയറ്റുന്നത്. കേവലം സൈനിക കേന്ദ്രങ്ങളെ മാത്രമല്ല, സാധാരണക്കാരുടെ ജീവനാഡിയായ വാണിജ്യ പാതകളെയും ഇന്ധന ഭക്ഷണ ശൃംഖലകളെയും ലക്ഷ്യമിട്ട് RSF ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇവിടെ. സുഡാനിലെ ഈ സംഘർഷം സൃഷ്ടിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയാണ്. 1 കോടിയിലധികം ജനങ്ങൾ അഭയാർത്ഥികളായി മാറിയതായി UN പറയുന്നു. സുഡാനിലെ ഈ രക്തച്ചൊരിച്ചിൽ തുടരാൻ ഇന്ധനമാകുന്നത് രാജ്യത്തെ സ്വർണ്ണഖനനമാണ്. സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ RSFും യുദ്ധത്തിനുള്ള പണം സ്വർണ്ണക്കടത്തിലൂടെ കണ്ടെത്തുന്നു. ഈ ചോരപ്പണത്തിൻ്റെ ഒഴുക്ക് തടയാൻ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പ്രഹസനമാവുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വത്താണ് അവരുടെ തന്നെ ജീവനെടുക്കാൻ ഉപയോഗിക്കുന്നത്.
വേൾഡ് വിത്ത് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മീഡിയ 1 TV.